ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രമതി ആ 2 ലക്ഷം രൂപ കാണാതായല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാമയുടെ പണമാണ് കാണാതായെന്നുള്ള രീതിയിലാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, രേവതി വീട്ടിൽ വന്ന് പൂ കൊടുത്തു, അതിനുശേഷം ടെറസിൽ പോയിട്ട് തുണിയെല്ലാം എടുത്ത് മടക്കി റൂമിൽ വെച്ചതിന് ശേഷമാണല്ലോ പോയത്. അങ്ങനെ രേവതിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര ഡ്രാമ കളിക്കുകയാണ് എന്നും അത് മാത്രമല്ല ഈ കുറ്റം രേവതിയുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നും. അവളാണല്ലോ പണ്ടെടുത്തത്, അത് അവൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് ശ്രുതിക്കും തോന്നുന്നത്. അങ്ങനെ ബാമ പറയുന്ന രീതിയിലാണല്ലോ ചന്ദ്ര സംസാരിക്കുന്നത്. എന്താ ബാമയെ നീ പറയുന്നത്? രേവതി പണം എടുത്തുന്നോ? ഇത് കേട്ട ഉടനെ തന്നെ അവിടെ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. രവി ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര നീ എന്ത് വർത്താനായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നിക്ക് രവിയേട്ടാ, ആ ബാമയെ നീ പറ. ബാമയാണെങ്കിൽ മറു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ചന്ദ്ര ഞാൻ എന്ത് പറഞ്ഞു എന്നാണ്, നീ വെറുതെ എന്തിനാണ് ഇതിലേക്കൊക്കെ എന്നെ വലിച്ചെഴുന്നത്? ബാമേ, അവള് പൂ തരാൻ വേണ്ടിട്ടല്ലേ അങ്ങോട്ട് വന്നത്, എന്നിട്ട് നീ ഇങ്ങനെ വിചാരിച്ച എങ്ങനെയാ ശരിയാവുന്നത്? ഓ, അവളല്ലാതെ വേറെ ആരും ആ വീട്ടിലേക്ക് വന്നില്ലെന്നാണോ നീ പറയുന്നത്? അവള് മാത്രമാണല്ലേ റൂമിലേക്ക് വന്നത്? ഓ അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് അരിച്ചു കയറുന്നുണ്ട്. ചന്ദ്രയുടെ ഫോൺ അങ്ങ് മേടിച്ചിട്ട് ബാമയുടെ അടുത്ത് സംസാരിക്കുകയാണ് സച്ചിയുടെ അടുത്ത് ഫോൺ മേടിക്കാൻ വേണ്ടിട്ട് ചന്ദ്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടില്ലല്ലോ. ആന്റി, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? രേവതിയെ കുറിച്ച് നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? അത് സച്ചി അത് എന്ന് പറയുമ്പോ എന്നാ അത് ഇതെന്ന്? അല്ല സച്ചി, പണം കാണുന്നില്ല എന്ന്. പണം കാണാനില്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, അല്ലാതെ രേവതിയാണോ കുറ്റം പറയുന്നത്? രേവതിയെ കുറിച്ചിട്ട് ആന്റിക്ക് നന്നായിട്ട് അറിയില്ലേ? മറ്റുള്ളവരുടെ പണം ആഗ്രഹിക്കാത്തവളാണ് അവള്. അവൾ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നതാണോ ആന്റി പറഞ്ഞു വരുന്നത്? ആന്റിയുടെ പണം കാണാനില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക, ബാക്കി ഞങ്ങൾ അവിടെ പോയിട്ട് സംസാരിച്ചോളാം. വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. പോലീസിന്റെ കാര്യം കേൾക്കുമ്പോഴേക്ക് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതിയുടെ അരികിൽ നിന്ന് കുറച്ചങ്ങ് മാറി നിൽക്കുവാണ് ശ്രുതി. രേവതി കരയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. സച്ചിയുടെ എന്തൊക്കെ ഇതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രീകാന്ത് അരികിലേക്ക് വരുന്നുണ്ട്. രേവതി നീ എന്തിനാ കരയുന്നെന്ന് അതിന്റെ ഇടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട്. എത്രയായാലും മകൾ രേവതി ചേച്ചിയുടെ മേലെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കുമല്ലേ, ആ സങ്കടം ചേച്ചിക്ക് ഉണ്ടാവുമല്ലോ. ചന്ദ്രേ, എന്തൊക്കെയാ ഇത്? എന്റെ അടുത്ത് എന്താന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? ഇതിനെ കുറിച്ച് എനിക്കെന്തറിയാനാ? ഇവളാണ് അവിടെ പൂ കൊടുക്കാൻ വേണ്ടിട്ട് വന്നത്. അവളാണെങ്കിൽ ടെറസിൽ നിന്ന് തുണി എടുത്തിട്ട് ഇവള് മുറിയിൽ തുണി മടക്കിച്ചിട്ട് പോയി. അവിടെ വേറെ ആരും വന്നിട്ടില്ല. അതിന്റെ പേരില് ബാമയ്ക്ക് ഇവളെ സംശയം. അതിലിപ്പോ എന്താ തെറ്റെന്ന് ചോദിക്കുമ്പോഴേക്ക് സച്ചിയാണെങ്കിൽ ഒച്ചത്തില് തെറ്റ് തന്നെയാണെന്ന് പറയാണേ. അല്ലെങ്കിലും ബാമന്റെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത്? രേവതി അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അതിനൊക്കെ കാരണം അച്ഛ ഞാനാണോ? ഞാൻ എന്തിനാണ് അവരുടെ വീട്ടിൽ പോയിട്ട് പണം എടുക്കുന്നത്? ചന്ദ്രേ, അവള് പറഞ്ഞ നീ കേട്ടോ? രേവതി ഒരുപാട് വീടുകളിൽ പൂ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാമയുടെ വീട്ടിലും കൊണ്ടുപോയിട്ട് പൂ കൊടുത്തു എന്ന് കരുതിയിട്ട് ഉടനെ തന്നെ അവളുടെ മേല് പണം എടുത്തെന്നുള്ള പഴിച്ചാരുവാണോ ശ്രമിക്കുന്നത്? ഇത് നോക്കി രവിയേട്ടാ, ബാമ പറയുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഇവളുടെ കുടുംബം മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. ഇവളുടെ അനിയനാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ പണം, അതുകൊണ്ടായിരിക്കും ഇവളെ സംശയിക്കുന്നത്. അച്ഛ, അമ്മയുടെ അടുത്ത് നിർത്തിക്കോളാൻ വേണ്ടി പറ, ഇതിൽ കൂടുതൽ സംസാരിക്കരുത് എന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട് സച്ചി ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഇവളുടെ കുടുംബം മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. അച്ഛാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും നല്ലവരാണോ? മണ്ഡപത്തിലെ ഒരു കുടുംബത്തെ മൊത്തത്തിൽ കരയിപ്പിച്ചു, അതുപോരാത്തതിന് അച്ഛന്റെ പണം മോഷ്ടിച്ചുകൊണ്ട് ഇവൻ പോയി ദേ നിൽക്കുന്നവൻ, ഇവൻ നല്ലവനാണോ? ശരി, അത് വിട്ടേക്ക്. അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന രേവതിയുടെ സ്വർണ്ണം ഉണ്ടല്ലോ, അതെങ്ങനെ കവറിംഗ് ആയത്? ആരാണ് മാറ്റിയത്? അമ്മയും അതുപോലെ ഇവനും കൂടി ചേർന്നിട്ടല്ലേ അത് മാറ്റിയത്? അത് മോഷണ ബുദ്ധിയല്ലേ? അപ്പോ ഈ കുടുംബത്തെ എന്താ പറയേണ്ടത്? അതുപോലെ തന്നെ വർഷയും ചോദിക്കുന്നുണ്ട്, ദിവസവും അവിടേക്ക് പോകുന്നത് രേവതി ചേച്ചി പൂ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനൊരു കുറ്റം ചേച്ചിന് മേലെ ചാർത്താൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഞാനും രേവതി ചേച്ചി തമ്മിൽ സംസാരിക്കാറില്ല എന്ന് കരുതിയിട്ട് അവരുടെ ഭാഗത്തും ന്യായം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരാളുടെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല ആന്റി. അത് ശരി തന്നെയാണ്. അവിടെ എന്തായാലും ബാമാന്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവല്ലോ. അവരാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ആരും വരാറില്ല. അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാമയ്ക്ക് അറിയുന്നവർ മാത്രമേ വരാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബാമ ഓൾറെഡി പറയേണ്ട കാര്യമല്ലേ? അവരാരും എന്തായാലും അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യില്ല എന്നൊക്കെ ചന്ദ്രൻ ഉറച്ചങ്ങ് പറയുവാണേ. അമ്മ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ. അത്ര പോലും അമ്മയ്ക്ക് രേവതി ചേച്ചിയുടെ മേല് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. എടാ, നിന്റെ അമ്മയ്ക്ക് അത്രേ ബുദ്ധിയുള്ളൂ. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നിന്റെ അമ്മ വിശ്വസിക്കും, പക്ഷെ ഒരിക്കലും അവൾക്ക് രേവതിയുടെ മേലെ വിശ്വാസം വരില്ല. ചന്ദ്രേ, നിനക്ക് ഇഷ്ടമല്ലാത്ത മരുമകളാണെന്ന് കരുതിയിട്ട് വായത്തൊന്ന് എന്തും പറയാനാണോ നിന്റെ വിചാരം? ഇത് നോക്കി രവിയേട്ട, ഞാനാണോ കുറ്റം പറയുന്നത്? ബാമയുടെ വീട്ടിൽ നിന്ന് പണം കാണുന്നില്ല, അപ്പോ അവൾക്ക് സംശയമുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ എന്റെ 30 വർഷത്തെ ഫ്രണ്ടാണ്. അവളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കുന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്ര ഫുള്ള് അഭിനയിച്ച് കരയിലാണേ. അങ്ങനെ ഇനി അവൾ പണം എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ രവിയേട്ട അവളുടെ അടുത്ത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറയുന്നോ? എന്തെടുത്ത് കൊടുക്കാനാ ചന്ദ്രൻ നീ പറയുന്നത്? അവളെന്തെങ്കിലും എടുത്താലല്ലേ ഉള്ളൂ.
നീ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരില് അവൾ ഇട്ടിരിക്കുന്ന സ്വർണ്ണം എല്ലാം നിനക്ക് ഊരി തന്നവളാണ്. അത് മാത്രമല്ല സച്ചി മേടിച്ചു തരുന്ന സ്വർണ്ണം മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞവളാണ് അവള്. അതിനു വേണ്ടിയിട്ട് അവള് കഴുത്തില് സ്വർണത്തിന്റെ താലി പോലും ഇടാണ്ടാണ് അവള് നടന്നത്. കൊണ്ടുപോയിട്ട് ഇതാ ഇവനല്ലേ വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവൾ അതത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനത്തെ അവളെ കുറിച്ചിട്ട് നീ എന്ത് വർത്താന ചന്ദ്ര ഈ പറയുന്നത്? ഇത് നോക്ക് രവിയേട്ട, ഇവള് വന്നു പോയതിനു ശേഷമാണ് ആ പണം കാണാതായത്. ആ പണത്തിന് ഉത്തരവാദിത്തം സച്ചിയും അതുപോലെ രേവതിയും ഏറ്റെടുക്കണം. പറഞ്ഞത് അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നോ? ഏതാണ് എന്താണെന്നുള്ള കാര്യം പോലും അറിയാത്ത അവരെന്തിനാ ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ആ പണം തരികയും ചെയ്യുന്നത്? അതല്ലാതെ പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക ചോദിച്ചും കൊണ്ട് ചന്ദ്ര ഭയങ്കര കരച്ചിലാണ്. അമ്മ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ടേ. പിന്നെ ഞാൻ വേറെ എന്താണ് ചെയ്യേണ്ടത്? ബാമയുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ്. വലിയ വീട്ടിലെ 2 മരുമക്കള് ഈ വീട്ടിലുണ്ട്. ആ അഭിമാനത്തെക്കാൾ വലുത് ഇപ്പോ ഇവളെ പോലെ ഒരു കുടുംബത്തിലുള്ള ഒരുത്തി ഇവിടെ ഉള്ളതാണ് എനിക്ക് അപമാനമായിട്ട് തോന്നുന്നത്. മര്യാദയ്ക്ക് ഇവരെടുത്ത് പണം തിരികെ കൊടുക്കാൻ വേണ്ടി പറ രവിയേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. ഇത് കണ്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്ക്, നിങ്ങള് ശരിക്കും പണം കാണാതെയാണോ ഇനി വേറെന്തെങ്കിലും പുതിയ കഥ ഇറക്കുകയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഥ നിങ്ങൾ എപ്പോഴും അടിച്ചിറക്കിക്കൊണ്ടേയിരിക്കും. അത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ ബബബ അടിക്കുന്നുണ്ട്. എന്താ ചന്ദ്രേ, ഇപ്പോ അവർ രണ്ടുപേരും ഈ വീട് വിട്ടു പോകണം. അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നീ ബാമയുടെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോ രേവതിയുടെ മേല് പുതിയൊരു പഴി ചാരാൻ വേണ്ടി നീ ശ്രമിക്കുന്നത്? അല്ല രവിയേട്ട, അവള് വന്നു പോയതിനു ശേഷമാണ് പണം കാണാത്തത്. ബാമയുടെ പണം കാണാതായി കഴിഞ്ഞാൽ അവള് ചോദ്യം ചെയ്യില്ലേ? ഇത് നോക്ക് ചന്ദ്രേ, നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതൊരിക്കലും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു കാര്യം ചന്ദ്രേ നീ മനസ്സിലാക്കിക്കോ, നീ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അവർ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവര് ഈ വീട് ഇറങ്ങുന്ന ആ ദിവസം എന്റെ ജീവൻ പോയിട്ടുണ്ടാകും. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ആരും എവിടെയും പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. രേവതി നീ എന്തിനാ കരയുന്നത്? അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും അത് സത്യമാകും. ഇതില് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അങ്ങ് പോവുകയാണെ. സച്ചി ഇതിൽ ഇടപെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും നല്ല ടെൻഷനുണ്ട്. ചന്ദ്രമതിയുടെ ആ 2 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ആ പണം എടുത്തിരിക്കുന്നത് ശ്രുതിയാണെന്നുള്ള കാര്യം അറിഞ്ഞാൽ ശ്രുതിക്കും പ്രശ്നമാണല്ലോ. അങ്ങനെ രണ്ടുപേരും ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്റെ അടുത്ത് കരയരുതെന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, പിന്നെ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണ്? പാവപ്പെട്ട ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലത്തെ മോഷണ കുറ്റൊന്നും ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. രേവതി അവരെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് ഉടനെ തന്നെ സത്യമാവോ? എനിക്ക് രേവതി നിന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല നീ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, രേവതി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന്. എല്ലാത്തിനുപരിയായിട്ട് നമ്മൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി രേവതി. സച്ചേട്ടാ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഒരുപാട് ആൾക്കാര് കോടികളൊക്കെ മോഷ്ടിച്ചിട്ടും അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പൂക്കച്ചവടം ചെയ്യുമ്പോൾ 1 രൂപ പോലും ആരെടുത്തും ജാസ്തി മേടിക്കാറില്ല. എല്ലാം ന്യായമായ വിലയ്ക്ക് മാത്രമേ വിൽക്കാറുള്ളൂ. നമ്മൾ അധ്വാനിക്കുന്ന പണം മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഒട്ടുള്ളൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ് വളർത്തിയതാണ് ഞങ്ങളെ. ഇതുവരെയും ഞാൻ ആ രീതിയിൽ തന്നെ നടന്നിട്ടുള്ളൂ. അങ്ങനത്തെ എന്റെ മേലാണല്ലോ ഇങ്ങനെ ഒരു പഴി ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ, രേവതി നിന്നെ കുറിച്ചുള്ള പുരാണങ്ങള് നീ എന്റെ അടുത്ത് വിളമ്പേണ്ട കാര്യമില്ല. നീ ആരാണെന്ന് നിന്നേക്കാളും നന്നായിട്ട് എനിക്കറിയാം. എന്റെ അമ്മ പറയുന്ന കാര്യം മാത്രം വലിയൊരു കാര്യമായിട്ട് എടുക്കരുതെന്നല്ലേ നിന്റെ അടുത്ത് ഞാൻ പറയുന്നത്. ഇത് നോക്ക് സച്ചേട്ടാ, എന്ത് പഴി വേണമെങ്കിലും എന്റെ മേല് ചാർത്തിക്കോട്ടെ, അതൊക്കെ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനെ മോഷണം എന്നുള്ള രീതിയിലുള്ള പഴി എന്റെ മേൽ ചാർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നത്? എന്റെ അഭിമാനത്തെയാണ് അവര് ചോദ്യം ചെയ്യുന്നത്. ഈ ലോകം രേവതി അങ്ങനെയാണ്. ചെയ്യുന്നവരെ ആരും ചോദ്യം ചെയ്യില്ല. സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെ എപ്പോഴും കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ മേലെ പഴി ചാരുമ്പോൾ ഒരു സന്തോഷം കിട്ടുക എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും തളരാൻ വേണ്ടി പാടില്ല. സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഞാൻ പിന്നെ സച്ചേട്ട എന്താ ചെയ്യേണ്ടത്? ഞാൻ പണം എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, പക്ഷെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പുറത്ത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും വീട്ടിൽ എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റുമോ? അധിക വീട്ടിലും എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് പൂജാമുറിയിൽ കൊണ്ടുപോയിട്ട് പൂ വെച്ചോളാൻ വേണ്ടിയിട്ട് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരാരെങ്കിലും വീടിന്റെ പടിക്കൽ പോലും എന്നെ കയറ്റുമോ? ഒരുപാട് ആലോചിച്ച് കൂട്ടണ്ട. എന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? നിന്നെ കുറിച്ച് രേവതി എല്ലാവർക്കും നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട. രേവതി നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. എന്താ എന്റെ അടുത്ത് വീട് വിട്ടു പോകാനാണോ സച്ചേട്ടൻ പറയുന്നത്? അതല്ല, നീ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വെറുതെ നിന്നെ കുത്തിനോവിക്കുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിനക്ക് മനസ്സിന് വിഷമാവില്ലേ? ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ അമ്മ അത് തന്നെ പറയും. തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോയെന്നുള്ള കാര്യമല്ലേ ഇനി പറയാ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് മാത്രമാണോ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേൽ ഇങ്ങനൊരു മോഷണ കുറ്റം ചാർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്തോരം വിഷമിക്കും. ഇപ്പോഴാണ് ശരത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അമ്മ സമാധാനമായിട്ട് ഇരിക്കുന്നത്.
ആ സമയത്ത് ഞാൻ പോയിട്ട് ഈ കാര്യം കൂടി പറയണോ? ആ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട്. ഇത് കേട്ട സച്ചി പറയുന്നുണ്ട്, അത് കറക്റ്റ് തന്നെയാണ്, നമ്മുടെ കഷ്ടങ്ങളൊക്കെ നമ്മളോട് കൂടിയിട്ട് അങ്ങ് തീരട്ടെ. എന്തായാലും നിന്റെ അമ്മ ആ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയണേ. സച്ചിയേട്ടാ, ബാമാൻറ്റി എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. ആന്റിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എപ്പോ നോക്കിയാലും എന്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുക. ഇപ്പൊ ബാമാൻറ്റി തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അതിലാണ് രേവതി എനിക്കും സംശയം. ബാമാൻറ്റിയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി ഒരിക്കലും ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളല്ല. എന്റെ അമ്മ തന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് അങ്ങനെ പറയരുതെന്ന് മാത്രമേ ആന്റി എപ്പോഴും പറയാറുള്ളൂ. ഒരുപക്ഷെ ഞാനായിരിക്കും മോഷ്ടിച്ചതെന്ന് അവർക്ക് സംശയം ഉണ്ടാകും. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആന്റിക്ക് അങ്ങനെ ഒരു സംശയമുള്ളത് പോലെയല്ല എനിക്ക് തോന്നിയത്. ഇത് അമ്മയുടെ എന്തോ പണിയാണെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോക്ക് രേവതി, ഇപ്പോ ബാമാന്റിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലും അവര് നേരെ നിന്നെ വിളിച്ചിട്ട് നീ പണം കണ്ടിരുന്നോ, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നിന്റെ അടുത്ത് നേരിട്ടേ ചോദിക്കുള്ളൂ. അപ്പോഴും നീ മോഷ്ടിച്ചോ എന്നുള്ള കാര്യം അവർ ഒരിക്കലും ചോദിക്കില്ല. എന്റെ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ നിന്റെ പേർക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നീ അമ്മ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ? അമ്മ തന്നെ ചോദ്യം ചോദിച്ചിട്ട് അമ്മ തന്നെ ഉത്തരം പറയുന്നത് രീതിയിൽ. എങ്കിലും സച്ചേട്ടാ, ബാമാൻറ്റി സംശയിക്കുന്നു എന്നുള്ള കാര്യമല്ലേ അമ്മ പറഞ്ഞത്? അങ്ങനെ ബാമാൻറ്റി പറഞ്ഞില്ലല്ലോ. വേറെന്തോ ഇതിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മ ചുമ്മാ നിന്റെ മേല് പഴി ചാരാൻ വേണ്ടി ശ്രമിക്കുന്നതാകും. ശരത്തിനോടുള്ള ദേഷ്യം ഒരുപക്ഷെ ഇങ്ങനെ നിന്നോട് തീർക്കുന്നതായിരിക്കും. ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ദേഷ്യമൊക്കെ എല്ലാവരും എന്നോടാണല്ലോ തീർക്കുന്നത്. ആദ്യം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയണം. അതിന് ബാമാൻറ്റിയെ കണ്ടിട്ട് പോയി സംസാരിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ. നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ പോയി കണ്ട് സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് നമ്മുടെ സച്ചി ബാമയുടെ വീട്ടിലെത്തിയതിനു ശേഷം കാണിക്കുന്നത് കോളിംബെൽ അടിക്കുമ്പോൾ ബാമ ചെന്ന് തുറന്നു നോക്കുകയാണ്. സച്ചിയെ കണ്ട ബാമയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. എന്താ ആന്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വാന്ന് പറഞ്ഞു വിളിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണേ. അല്ല സച്ചി, നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ പെട്ടെന്ന് കണ്ടുന്നോ? ആന്റി എന്നെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ? അല്ല സച്ചി, നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണേ. ഞാൻ സച്ചിക്ക് ചായ എടുക്കാ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ആന്റി ചായ ഒന്നും വേണ്ട, ആന്റി ഇവിടെ ഇരിക്കുമെന്ന് പറയാണേ. നമ്മുടെ ബാമയാണെങ്കിൽ മടിക്കാനോട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇരിക്കുക ആന്റി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ബാമ അവിടെ ഇരിക്കുന്നുണ്ട്. ആന്റിക്ക് നടന്ന കാര്യങ്ങളെല്ലാം അറിയാലോ. രേവതയാണെങ്കിൽ അവിടെ കിടന്ന് കരച്ചിലാണ്. അവളെ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ആന്റി സമാധാനിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ പറയുമ്പോ, അത് സച്ചി, എല്ലാ പ്രശ്നങ്ങളും ശരിയാവും സച്ചി, നീ സമാധാനമായിട്ട് ഇരിക്കുന്ന പറയാണേ. ആന്റി, ഒരു പ്രശ്നങ്ങളും അങ്ങനെ താനെ ശരിയാവില്ല, നമ്മളാണ് അതൊക്കെ ശരിയാക്കേണ്ടത്. ആന്റി മനസ്സ് തൊട്ട് പറയാ, ഈ വീട്ടിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ രേവതിയാണ് മോഷ്ടിച്ചതെന്ന്. രേവതി അങ്ങനെയുള്ള ഒരു പെണ്ണാണോ? രേവതിയുടെ മനസ്സിൽ 1000 കഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവൾ അതൊരിക്കലും പുറമെ കാണിക്കാറില്ല. എന്തിന് ഞാൻ വിഷമിക്കുന്ന വിചാരിച്ചിട്ട് എന്റെ അടുത്ത് പോലും പറയാറില്ല. എന്റെ അമ്മയ്ക്ക് രേവതിയെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് ആന്റിക്കും ഇഷ്ടമല്ലേ? അവള് ആരെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? എപ്പോ നോക്കിക്കഴിഞ്ഞാലും ബാമാന്റി എന്ന് പറഞ്ഞിട്ട് ആന്റിയോട് അത്രയ്ക്ക് സ്നേഹമാണ് അവൾക്ക് എന്റെ അമ്മ പറഞ്ഞതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ബാമാന്റി അവളെ സംശയിച്ചു എന്നുള്ള കാര്യം കേട്ടപ്പോഴേക്കും അവളുടെ മനസ്സ് ഉടഞ്ഞു പോയി. ഇത് കേട്ട വിഷമത്തില് ബാമയും കരയുന്നുണ്ട്. ആന്റിയുടെ കണ്ണ് എന്തിനാണ് നിറയുന്നത്? ആരെങ്കിലും ഒരാൾ കരഞ്ഞ പോരെ, അതിന് രേവതി അവിടെ കിടന്നിട്ട് കരയുന്നുണ്ട്. ആന്റി, ഈ വീട്ടിലേക്ക് ശ്രുതിയും അതുപോലെ വർഷയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അവരെയൊന്നും നിങ്ങൾ ആരും സംശയിച്ചിട്ടില്ലല്ലോ. രേവതിയാണ് സംശയം. കാരണം അവള് പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ലേ, പണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഷ്ടിക്കും, അങ്ങനെയല്ലേ? നിങ്ങളും എന്റെ അമ്മയെ പോലെ തന്നെ ചിന്തിച്ചു അല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും, അയ്യോ സച്ചി, കാശും പണവും നോക്കിയിട്ടാണോ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കാറും അവരുമായിട്ട് ഇടപഴകാറും? സത്യമായിട്ടും രേവതിയുടെ മേലെ എനിക്ക് ഒരു സംശയവും. എനിക്ക് രേവതിയെ കുറിച്ചിട്ട് അറിഞ്ഞൂടെ? അവള് അധ്വാനിച്ച് ജീവിക്കുന്നവളാണ്. മറ്റുള്ളവരുടെ പണം അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോ ആന്റി അല്ലേ എന്റെ അമ്മയെ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് സച്ചി, ഫോണിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബാമ ഉരുണ്ട് കളിക്കുവാണേ. ഇത് നോക്ക് ആന്റിയെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. എന്റെ അമ്മ എന്നെ ഒതുക്കി വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ആന്റി എന്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആന്റിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ രേവതിക്കും. അങ്ങനത്തെ ആന്റി അവളെ സംശയിച്ചല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചപ്പോ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അവൾക്ക് അതൊട്ടും ഡൈജസ്റ്റ് ആയില്ല. സത്യം പറയുകയാണെങ്കിൽ അവളെ എനിക്ക് അവിടെ തനിച്ചു നിർത്തിയിട്ട് പോരാൻ തന്നെ ഭയം തോന്നുമായിരുന്നു. കാരണം അവള് ചെയ്യാത്ത തെറ്റിന് അവളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവള് മനസ്സ് വിഷമിച്ച് എന്തെങ്കിലും ചെയ്താലോ? അയ്യോ സച്ചി, അങ്ങനെയൊന്നും ഒരിക്കലും പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ രേവതി ഒരിക്കലും എടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആന്റിയല്ലേ അങ്ങനെ പറയുന്നത്. പക്ഷേ എന്റെ അമ്മ രേവതിയാണ് എടുത്തതെന്നുള്ള കാര്യം കൺഫേം ചെയ്തു. ആന്റി, രേവതിയെ ആ പഴിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആന്റി പോലീസിനെ വിളിക്കേ. പോലീസോ എന്ന് ചോദിക്കുമ്പോ, അതെ ആന്റി, വീട്ടില് പണം കാണാതെ പോയില്ലേ, അതുകൊണ്ട് പോലീസിനെയല്ലേ വിളിക്കേണ്ടത്. വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് വേണ്ട എന്നാണ് ബാമ പറയുന്നത്. ആന്റിയുടെ വീട്ടിൽ മോഷണം നടന്നല്ലോ, ആ പണം ആന്റിക്ക് തിരികെ കിട്ടണ്ടേ, അതിനു വേണ്ടിയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക തന്നെ വേണം. ഇനിയിപ്പോ ആരൊക്കെയാണോ ആന്റിക്ക് സംശയമുള്ളതെന്ന് വെച്ചാൽ അവരുടെ പേരൊക്കെ പോലീസിന്റെ അടുത്ത് പറഞ്ഞോളൂ. ഇനിയിപ്പോ രേവതിയെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചോളാം. സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം പോലീസ് കണ്ടുപിടിക്കുമല്ലോ. ആന്റിക്ക് വിളിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി വിളിക്കാൻ വേണ്ടി പോവാണ്. വേണ്ട സച്ചി എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണേ. അതെന്തിനാ ആന്റി വേണ്ടെന്ന് പറയുന്നത്?
സത്യം എന്താണെന്നുണ്ടെങ്കിലും പോലീസ് വന്ന് കണ്ടുപിടിക്കട്ടെ. ആരാണോ മോഷ്ടിച്ചെന്ന് വെച്ചാൽ അവര് കണ്ടുപിടിച്ച് പറയുമല്ലോ. അയ്യോ സച്ചി വേണ്ട, പറയുന്നത് കേൾക്കെന്ന് പറയണേ. ആന്റി ഇവിടെ തനിയല്ലേ നിൽക്കുന്നത്, അതും ആന്റിയുടെ മകൻ ആന്റിക്ക് വേണ്ടിയിട്ട് അയച്ചെന്ന പണമല്ലേ, അത് എവിടെ പോയി എന്നുള്ള കാര്യം കണ്ടുപിടിക്കണ്ടേ. ഞാൻ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചി ഫോൺ എടുക്കുകയാണ്. പക്ഷേ സച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്, അത് എന്റെ പണമല്ല, ആന്റിയുടെ പണമല്ലേ, പിന്നെ ആരുടെ പണമാണ് ആന്റി പറ എന്ന് സച്ചി വീണ്ടും പറയുമ്പോഴാണ് അത് ചന്ദ്രയുടേതാണെന്നുള്ള കാര്യം പറയുന്നത്. അമ്മയുടെ പണോ? അമ്മയ്ക്ക് എവിടുന്നാണ് അത്രയും പണം? അത് ചന്ദ്രയ്ക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ ആന്റി അമ്മയ്ക്ക് ഏതൊക്കെ വഴിയിലൂടെ പണം വരും എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരിക്കലും 2 ലക്ഷം രൂപ ചേർത്ത് വെക്കാൻ മാത്രം പണമൊന്നും അമ്മയ്ക്ക് എവിടുന്ന് കിട്ടില്ല. എങ്ങനെയാണ് ആ പണം വന്നതെന്നുള്ള കാര്യം ചോദിക്കുക മാത്രമല്ല, വക്കീല് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പണവുമായിട്ടാണോ ഇവിടെ വന്നതെന്നുള്ള കാര്യം സച്ചി തിരിച്ച് അങ്ങോട്ട് ബാമയുടെ അടുത്ത് ചോദിക്കുകയാണേ. സച്ചിയുടെ ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ ബാമ ആകെ ഞെട്ടുന്നുണ്ട്. വന്നിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ബാമ ഒന്നും മിണ്ടാതിരിക്കല്ലേ, ശരി ഞാൻ അയാളെ തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴേക്കും വേണ്ട സച്ചി ഞാൻ പറയാന്ന് പറയാണേ എന്നതിന് ശേഷം വക്കീൽ അവിടെ വന്നിട്ട് ചന്ദ്രമതിയെ കൊണ്ട് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പണം തരാന്നുള്ള കാര്യം പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞ് 2 ലക്ഷം രൂപ അയാളുടെ നിന്ന് മേടിച്ചു എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ചന്ദ്രമതി പണം വാങ്ങിയതിനു ശേഷമാണ് കേസ് പിൻവലിച്ചത്. എവിടെ നിന്ന് എഴുന്നേൽക്കുന്ന എഴുന്നേൽക്കുവാണ്. ആ പണമെന്ന് സച്ചി അത് എന്ന് ബാമ പറയുന്നത് കേട്ട ഉടനെ തന്നെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തെറ്റ് ചെയ്തിട്ട് ആ പഴി എന്റെ ഭാര്യയുടെ മേലിടാൻ വേണ്ടി ശ്രമിച്ചല്ലേ? ഇല്ല സച്ചി, ഞാൻ ഒരിക്കലും പഴി ചാരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ചന്ദ്രമതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും രേവതിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവളുടെ മേലെ എനിക്കൊരു സംശയമില്ല. ശരി ആന്റി, അമ്മ പെട്ടെന്ന് എന്താണ് കേസ് പിൻവലിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പണം വാങ്ങിയിട്ടാണല്ലേ കേസ് പിൻവലിച്ചത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും ചന്ദ്ര എനിക്ക് 30 വർഷമായിട്ട് അറിയുന്ന ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ഇതെന്ന് പറയുമ്പോഴേക്കും ഇല്ല ആന്റി പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി സച്ചി വീട്ടിലെത്തിയതിനു ശേഷം ചന്ദ്രമതിയെ പൊളിച്ചടക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. ചന്ദ്രയ്ക്ക് വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയതും പോയി. അത് പോരാത്തതിന് ഇനി രേവതിക്ക് 5 ലക്ഷം രൂപ ചന്ദ്രമതി ഉണ്ടാക്കി കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.